2026 വേൾഡ് കപ്പിന് പന്തുരുളാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇത്തവണ ആരായിരിക്കും ലോക ചാമ്പ്യന്മാർ? ഫുട്ബോൾ ലോകം ഉറ്റുനോക്കുകയാണ്. നിലവിലെ ലോക ജേതാക്കളായ അർജന്റീനയും റണ്ണേഴ്സപ്പുകളായ ഫ്രാൻസിനും വലിയ സാധ്യതയാണ് ഇത്തവണ ഫുട്ബോൾ പണ്ഡിറ്റുകളും അനാലിസിസുകളും അനലൈസർമാരും എല്ലാം നൽകുന്നത്. അർജന്റീനയേക്കാൾ അല്പം മുൻതൂക്കം പലരും പ്രഡിക്റ്റ് ചെയ്യുന്നത് നിലവിലെ റണ്ണേഴ്സപ്പുകളായ ഫ്രാൻസിനാണ്. രണ്ട് ടീമുകളും ലോകത്തിലെ ഏറ്റവും മികച്ച ടീമുകളായി തുടരുകയാണ്. കൺസിസ്റ്റൻ്റായി ഒരുപാട് വർഷക്കാലം മറ്റുള്ള ടീമുകളെല്ലാം പിന്നിലാക്കി അർജന്റീനയും ഫ്രാൻസും തങ്ങളുടെ കുതിപ്പ് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പലരും നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീന കിരീടം ചൂടുമെന്ന് പറയുമ്പോൾ മറ്റു പലരും പറയുന്നത് ഫ്രാൻസിന്റെ പേരാണ്. ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്ന രണ്ടു പേരുകളാണ് അർജന്റീനയും ഫ്രാൻസും. നിലവിൽ ഇതിനോടകം തന്നെ 26 അംഗ അന്തിമ സ്ക്വാഡിനെ ഫ്രാൻസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ശക്തമായൊരു സ്ക്വാഡിനെയും കൊണ്ടാണ് ഫ്രാൻസിന്റെ വരവ്. അതേസമയം അർജന്റീന വരുന്ന ദിവസം തങ്ങളുടെ 26 അംഗ അന്തിമ സ്ക്വാഡിനെ പ്രഖ്യാപിക്കും. അർജന്റീനയുടേതോ ഫ്രാൻസിൻ്റെതോ മികച്ച സ്ക്വാഡ് ആരുടേതാണ്? സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ ഏറ്റവും മികച്ച 11 പേരെ കണ്ടെത്താനാകുന്ന ടീം ഏതാണ്? ബെസ്റ്റ് 11 ആരുടെ പക്കലാണുള്ളത്? നമുക്ക് ഇരു ടീമിൻ്റെയും ബെസ്റ്റ് 11 പരിശോധിക്കാം. ആദ്യം ഫ്രാൻസിൻ്റേത് തന്നെ നോക്കാം. പരിശീലകനായ ദിദിയർ ദശാംസിൻ്റെ അടവുകളെയാണ് എതിരാളികൾ ഏറ്റവും പേടിക്കേണ്ടത്. തുടർച്ചയായി 2 വേൾഡ് കപ്പ് ഫൈനലുകളിൽ ദിദിയർ ദശാംസ് ഫ്രാൻസിനെ എത്തിച്ചു. 18-ൽ ലോക ജേതാക്കളായി. 22-ൽ തൊട്ടകലെയാണ് കിരീടം നഷ്ടമായത്. തുടർച്ചയായ 3-ാം വേൾഡ് കപ്പിനും ശക്തമായ സ്ക്വാഡും കൊണ്ടാണ് ദിദിയർ ദശാംസിൻ്റെ വരവ്. ദിദിയർ ദശാംസിൻ്റെ ബെസ്റ്റ് 11 നോക്കാം. ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പറായി മൈക്ക് മെഗൈനൻ തന്നെ. അതിന് മാറ്റങ്ങളൊന്നും ഉണ്ടായേക്കില്ല. ഇനി സെൻട്രൽ ബാക്ക് പൊസിഷനിൽ വില്യം സാലിബയും ഡയോട്ട് ഉപമക്കാനയും ശക്തമായ സെൻട്രൽ ബാക്ക്. ഇനി റൈറ്റ് ബാക്ക് പൊസിഷനിൽ കോണ്ടയായിരിക്കും കളിക്കുക. ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ തിയോ ഹെർണാണ്ടസും. ഒരു ശക്തമായ ഡിഫൻസ് ലൈൻ തന്നെയാണ് നിലവിൽ ഫ്രാൻസിനുള്ളത്. ഇനി മധ്യനിര നോക്കാം. സെൻട്രൽ മിഡ്ഫീൽഡർമാരായി 3 പേരായിരിക്കും അണിനിരക്കുക. തുഷേമെനിയും യങ്കോളോ കാന്റെയും മൈക്കൽ ഒലിസെയും. ലോകത്തിലെ തന്നെ ഏറ്റവും സ്ട്രെങ്ത് ഉള്ള ഒരു മധ്യനിരയാണ് ഫ്രാൻസിനുള്ളത്. ഇനി ഫ്രാൻസിന്റെ മുന്നേറ്റ നിര നോക്കാം. വലത് വിങ്ങിൽ ലോകത്തിലെ ഏറ്റവും മികച്ച കളിക്കാരിലൊരാളായ കീലിയൻ എംബാപ്പെ. ഇടത് വിങ്ങിൽ യുവ സൂപ്പർ താരം ഡിസേർഡോ. മുന്നേറ്റത്തിൽ നിലവിലെ ബാലൻഡിയോർ ജേതാവായ ഉസ്മാനെ ഡെംബലെ. ഒരു തകർപ്പൻ വേൾഡ് ക്ലാസ് മുന്നേറ്റ നിരയാണ് നിലവിൽ ഫ്രാൻസിനുള്ളത്. ഇനി നമുക്ക് അർജന്റീനയുടെ ബെസ്റ്റ് 11 നോക്കാം. അർജന്റീനയുടെ ഫസ്റ്റ് നമ്പർ ചോയ്സ് ഗോൾ കീപ്പറായി എമിലിയാനോ മാർട്ടിനസ്. അതിന് യാതൊരു മാറ്റവും ഉണ്ടാവില്ല. സ്കലോണിയുടെയും അർജന്റീനയുടെയും നമ്പർ 1 അത് എമിലിയാനോയാണ്. സെൻട്രൽ ബാക്ക് പൊസിഷനിൽ ലിസാൻഡ്രോ മാർട്ടിനസും ക്രിസ്റ്റ്യൻ റൊമേറോയും. അർജന്റീനയുടെ കെമിസ്ട്രി കൂട്ടാണ് ഡിഫൻസിലെ ലിസാൻഡ്രോയും ക്രിസ്റ്റ്യൻ റൊമേറോയും. ഇനി വലത് വിങ്ങിൽ നൗഹേൽ മൊളീനയും ഇടത് വിങ്ങിൽ നിക്കോളാസ് ടാഗ്ലിയാഫിക്കോയും. ഇനി അർജന്റീനയുടെ എൻജിൻ സ്കലോണിയുടെ മധ്യനിരയിൽ ആരൊക്കെ ഉണ്ടാകും? റോഡ്രിഗോ ഡിപോൾ, എൻസോ ഫെർണാണ്ടസ്, അലക്സിസ് മാക്കലിസ്റ്റർ. ഇതാണ് ബെസ്റ്റ് ലെവലിലെ ആ ശക്തമായ മധ്യനിര. ഏത് മുന്നേറ്റങ്ങളുടെയും മുനയൊടിക്കാൻ ശേഷിയുള്ള ഒരു തകർപ്പൻ മധ്യനിര തന്നെ അർജന്റീനയുടെ പക്കലുണ്ട്. സ്കലോണി സിസ്റ്റത്തിലെ ഏറ്റവും വലിയ ആയുധങ്ങളാണ് അർജന്റീൻ മധ്യനിരക്കാർ. ഇനി മുന്നേറ്റ നിര നോക്കാം. മുന്നേറ്റത്തിൽ ഹൂലിയൻ അൽവരസും ലൗത്തോരോ മാർട്ടിനസും ലിയണൽ മെസ്സിയും. ഇതിൽ ലൗത്തോരോ മിന്നും ഫോമിലാണ്. പരിക്കുകൾ ഉണ്ടായിട്ടും സിരിയയിലെ ടോപ്പ് സ്കോറർ ലൗത്തോരോ തന്നെയാണ്. ഇന്റർ മിയാമിക്കായി മെസ്സി ഗോളും അസിസ്റ്റുമായി നിറഞ്ഞാടുകയാണ്. ഹൂലിയനും മോശമല്ലാത്ത ഫോമിൽ അത്ലറ്റിക്കോക്കായി കളിച്ചുകൊണ്ടിരിക്കുന്നു. ലോകത്തിലെ മിന്നും ഫോമിലുള്ള 3 മുന്നേറ്റ നിരക്കാർ അർജന്റീനക്കൊപ്പമുണ്ട്. നമ്മൾ ഫ്രാൻസിൻ്റെയും അർജന്റീനയുടെയും ബെസ്റ്റ് 11 ഇപ്പോൾ കണ്ടു. ഇനി ഇതിലാരുടേതാണ് ഏറ്റവും മികച്ച ബെസ്റ്റ് 11 നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. ഗോൾ കീപ്പറിൽ അർജന്റീനക്കാണ് നിലവിൽ കൂടുതൽ അഡ്വാൻറ്റേജ് ഉള്ളത്. നിലവിലെ മിന്നും ഫോമും നിർണായക ടൂർണമെൻറ്റുകളിലെ മെൻറ്റാലിറ്റിയും എല്ലാം നോക്കിയാൽ മൈക്കിനേക്കാൾ മുന്നിൽ എമിലിയാനോ തന്നെയാണ്. ഇനി ഡിഫൻസ് നോക്കാം. ഫ്രാൻസിന്റെ 4 ലൈൻ ഡിഫൻസിൽ തിയോ ഹെർണാണ്ടസ്, വില്യം സാലിബ, ഉപമക്കാനോ, കൊണ്ടേ എന്നിവരാണുള്ളത്. അർജന്റീനയുടേത് നിക്കോളാസ് ടാഗ്ലിയാഫിക്കോ, ലിസാൻഡ്രോ മാർട്ടിനസ്, ക്രിസ്റ്റ്യൻ റൊമേറോ, നൗഹേൽ മൊളീന. ആരുടെ ഡിഫൻസ് ലൈനാണ് മികച്ചത്? നിലവിൽ ഫ്രാൻസിന്റെ സെൻട്രൽ ബാക്കുമാരായ സാലിബയും ഉപമക്കാനയും വളരെ ഫിസിക്കൽ എയർ ഡ്യുവലും ശക്തമായുള്ള ടീമുകളാണ്. നിലവിൽ അർജന്റീന സെൻട്രൽ ബാക്കുമാരായ ലിസാൻഡ്രോയെയും ക്രിസ്റ്റ്യൻ റൊമേറോയും അപേക്ഷിച്ച്
ഫിസിക്കലും എയർ ഡ്യുവൽ ആനുകൂല്യവും ഫ്രാൻസിനൊപ്പമാണുള്ളത്. ഇനി വിങ്ങുകളിൽ തിയോ ഹെർണാണ്ടസ് ആക്രമണത്തിൽ വേൾഡ് ക്ലാസ് ഫുൾ ബാക്ക് ആണ്. അർജന്റീനൻ സൂപ്പർ താരമായ നൗഹേൽ മോളിനെ പോലെ തന്നെയാണെങ്കിലും അല്പം മുൻതൂക്കം നമുക്ക് തിയോ ഹെർണാണ്ടസിന് കൊടുക്കേണ്ടി വരും. ഇൻഡിവിജ്വലി നോക്കുകയാണെങ്കിൽ അർജന്റീനയേക്കാൾ പ്രതിരോധത്തിൽ ആധിപത്യം അത് ഫ്രാൻസിന് തന്നെയാണ്. പക്ഷേ ടീം കെമിസ്ട്രിയും ഡിഫെൻസീവ് മെന്റാലിറ്റിയും നോക്കുകയാണെങ്കിൽ അത് ഫ്രാൻസിന് അർജന്റീന അടുത്തേക്ക് എത്തിപ്പിടിക്കാൻ സാധിക്കുമോ എന്നറിയില്ല. സ്കലോണിക്ക് കീഴിൽ ക്രിസ്റ്റ്യോ റൊമേറോയും ലിസാൻഡ്രോ മാർട്ടിനസും വളരെ അഗ്രസീവ് ഡിഫെൻസീവാണ്. അർജന്റീന ഡിഫൻസിലെ പ്രസ്സിങ്ങിലും ഫൈറ്റ് സ്പിരിറ്റിലും കൂടുതൽ ഫ്രാൻസിനേക്കാൾ കൺസിസ്റ്റന്റ് ആണ് എന്നത് നമുക്കറിയാം. എങ്കിലും ഇൻഡിവിജ്വലി നോക്കുകയാണെങ്കിൽ ഫ്രാൻസിനാണ് ആധിപത്യം. ഇനി മധ്യനിര നോക്കാം. ഫ്രാൻസിന്റെ മധ്യനിരയിൽ തുഷേമേനിയും എംഗോളോ കാന്റെയും മൈക്കൽ ഒലിസയുമാണുള്ളത്. അതേസമയം അർജന്റീനയുടേത് റോഡ്രിഗോ ഡിപ്പോളും എൻസോ ഫെർണാണ്ടസും അലക്സിസ് മാക്കലിസ്റ്ററും. ഫ്രാൻസിന്റെ മധ്യനിര താരമായ തുഷേമേനി അല്പം ഫോം ഔട്ടാണ്. എംഗോളോ കാന്റെ പഴയ പ്രതാപത്തിലേക്ക് തിരികെ എത്തിയിട്ടില്ലെന്നതും ശ്രദ്ധേയമാണ്. എന്നാൽ മൈക്കൽ ഒലിസെ മിന്നും ഫോമിലാണ്. എന്നാൽ അർജന്റീനയുടെ മധ്യനിരയാകട്ടെ സ്കലോണിക്ക് കീഴിൽ ഏറ്റവും മികച്ചത് നൽകുന്ന മധ്യനിരയാണ്. റോഡ്രിഗോ ഡിപ്പോൾ, എൻസോ ഫെർണാണ്ടസ്, അലക്സിസ് മാക്കലിസ്റ്റർ. ഇതുകൊണ്ടൊക്കെ തന്നെ മധ്യനിരയിൽ ഫ്രാൻസിനേക്കാൾ മുൻതൂക്കം നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയുടെ മധ്യനിരക്കാണുള്ളത്. ഇനി നമുക്ക് മുന്നേറ്റ നിര നോക്കാം. നിലവിൽ ഫ്രാൻസിന്റെ മുന്നേറ്റ നിരയിൽ ലോകത്തിലെ ഏറ്റവും മികച്ച താരമായ കീലിയൻ എംബാപ്പെ അവരുടെ കൂടെയുണ്ട്. പിന്നെ യുവ സൂപ്പർ താരം ഡിസൈർഡോവും PSG-ക്കായി മിന്നും ഫോമിൽ കളിക്കുന്ന ബാലൻഡിയോർ ജേതാവായ ഉസ്മാനെ ഡെംബലെ ആയിരിക്കും സെൻട്രൽ ഫോർവേഡ് പൊസിഷനിൽ കളിക്കുക. ഇനി അർജന്റീനയുടേത് ഹൂലിയൻ അൽവരസ്, ലൗതോരോ മാർട്ടിനസ്, ലിയണൽ മെസ്സി. ലൗതോരോ സീരിയയിൽ മിന്നും ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. MLS-ലാണെങ്കിൽ പോലും ലിയണൽ മെസ്സി തന്റെ 39-ാം വയസ്സിലും അസാധ്യ പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വേൾഡ് കപ്പിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച ഹൂലിയൻ അൽവരസും കൂടെ തന്നെയുണ്ട്. മുന്നേറ്റ നിരയിൽ ആർക്കാണ് കൂടുതൽ മുൻതൂക്കം? വിങ്ങുകളിലൂടെയുള്ള ആക്രമണത്തിൽ അർജന്റീനയേക്കാൾ മുൻതൂക്കം ഫ്രാൻസിന് തന്നെയായിരിക്കും. ഇൻഡിവിജ്വലി നോക്കുകയാണെങ്കിൽ അറ്റാക്കിങ്ങിലെ പേസും പവറുമെല്ലാം ഫ്രാൻസിനൊപ്പമാണ്. അറ്റാക്കിങ്ങിലെ ഐക്യവും കെമിസ്ട്രിയും അത് ഫ്രാൻസിനേക്കാൾ മുൻതൂക്കം അർജന്റീന കാണുന്നതാണ് യാഥാർത്ഥ്യം. നിലവിൽ എംബാപ്പയെയും ഡെംബലെയും പോലുള്ള താരങ്ങൾ അവരുടെ പീക്ക് ടൈമിൽ നിൽക്കുന്നതും ഫ്രാൻസിനെ മുന്നേറ്റത്തിൽ വമ്പൻ ആധിപത്യം നൽകും. ലിയോ മെസ്സിയെ 39-കാരനെന്ന് പറഞ്ഞ് എഴുതി തള്ളാനാകില്ല. MLS-ലെ അതേ ഫോമോ അല്ലെങ്കിൽ അതിലുപരി ഫോമിലേക്കോ മെസ്സി ഉയരാൻ സാധ്യതയുണ്ടോ? നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്? കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾക്ക് വ്യത്യസ്തകരമായ ഒപ്പീനിയനുകൾ ഉണ്ടാകാം. ബാക്ക് ലൈനിൽ ആരാണ്, ഏത് ടീമിൻ്റെതാണ് മികച്ചത്? മധ്യനിര ഫ്രാൻസിനൊപ്പമോ അർജന്റീനക്കൊപ്പമോ? ആരുടേതാണ് മികച്ചത്? നിലവിൽ ലോകത്തിലെ ഏറ്റവും മികച്ച താരങ്ങളായ എംബാപ്പയും മെസ്സിയും എല്ലാമുള്ള ഇരു ടീമിലെയും മുന്നേറ്റ നിരയിലെ സ്ട്രെങ്ത് ആർക്കാണ് കൂടുതലുള്ളത്? ഇത്തവണ വേൾഡ് കപ്പ് നേടാൻ ഫ്രാൻസിനാണോ അർജന്റീനക്കാണോ സാധ്യത കൂടുതൽ? നിങ്ങളുടെ ഒപ്പീനിയൻ മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വേൾഡ് കപ്പിലെ കൂടുതൽ വാർത്തകൾ നിങ്ങളിലേക്ക് പെട്ടെന്നെത്താൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഫുട്ബോൾ വാർത്തകളുമായി നമുക്ക് ഇനിയും കാണാം.